ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാം കണ്ടാണ് ഒരു കൊച്ചുകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചൊരു ന്യൂസ്. കാര്യം ആ കടിച്ച പാമ്പെന്ന് പറയുന്നത് കോൺക്രീറ്റ് എന്ന അറിയപ്പെടുന്ന ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ്. അതിന് പ്രത്യേകതയുണ്ട്. ഇത് രാത്രി കാലങ്ങളിലാണ് സഞ്ചരിക്കുന്നതും ഇത് കടിക്കുന്നതെല്ലാം രാത്രിയിലാണ്. കൂടുതൽ കട്ടിലൊക്കെ കിടക്കുമ്പോൾ ഇത് കൂടെ കയറി അവിടെ വെച്ചൊക്കെയാണ് കൂടുതൽ കടിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് കടിച്ചാൽ അറിയത്തില്ല. നേർത്ത അണപ്പല്ലുകളാണ് ഇവയ്ക്ക്. അതുകൊണ്ട് കടിച്ചതായിട്ടൊരു ഫീൽ വരുമോ സ്വെല്ലിങ്ങോ ഒന്നും കാണത്തില്ല. അതൊരു കാരണമാണ്. ഇനി പിന്നെ അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ മരണകാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പാമ്പ് കടിച്ചു, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഓടും, നമ്മൾ അലറി ഓടും. ഈ ഒരു സമയം കൊണ്ട് തന്നെ രക്തചംക്രമണം കൂടുകയും ഇത് തലച്ചോറിലെത്തുകയും അങ്ങനെയൊക്കെയാണ് നമ്മുടെ മരണം സംഭവിക്കുന്നത്. കഴിവതും നമ്മൾ പാമ്പ് കടി ഏൽക്കുന്നവരെ പരിഭ്രാന്തരാവാതിരിക്കുക, കടിച്ച ഒരാളെ പേടിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ശാന്തരാവാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, പാമ്പ് കടി ഏറ്റ് നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആൻറ്റിവെനമാണ് കുത്തിവെക്കുന്നത്. ഈ ആൻറ്റിവെനം കുത്തിവെച്ചാലും പലപ്പോഴും മരണം സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇരുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പാമ്പിന് വിഷം അവർ ആൻറ്റിവെനം കളക്ട് ചെയ്തത്. പക്ഷേ ഇത് കളക്ട് ചെയ്തത് തമിഴ്നാട്ട് ഏരിയയിൽ നിന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള പാമ്പിൻ്റെ ആ ജനിതക ഘടന വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ ലോക്കൽ ഇടങ്ങളിൽ നിന്ന് തന്നെ പാമ്പിൻ്റെ ആൻറ്റിവെനം കണക്ട് ചെയ്യുകയും അങ്ങനെ അത് ലഭ്യമാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മരണം ഒരുപാട് നമുക്ക് തടയാൻ കഴിയും. പ്രാദേശിക അടിസ്ഥാനത്തിൽ പാമ്പിൻ്റെ വിഷത്തിൻ്റെ ആ ഒരു രീതി തന്നെ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ആൻറ്റിവെനം കളക്ട് ചെയ്യുമ്പോൾ ഇരുള്ള വർഗ്ഗത്തിന് ഉപയോഗിച്ച് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും പാമ്പിൻ വിഷം കളക്ട് ചെയ്യാൻ ശ്രമിക്കുക.